കാര്യങ്ങളിലൊന്നും ഇല്ല. അയ്യോ ഇതെന്ത് ഒന്നുമില്ല. ഇത് എല്ലാ ഡിപ്പാർട്ട്മെന്റും പോലെ എൻഫോഴ്സ്മെന്റ് അവർക്ക് ചില സംശയങ്ങളുണ്ട്. അതിൽ ശരിയാണോ എന്താണോ ചോദിക്കുന്നത്. ഞാൻ നേരത്തെ ഇവിടുത്തെ പോകുന്നതിന് മുമ്പ് പറഞ്ഞില്ലേ, ഒരു ശബരിമല എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ ഒരു വികാരമല്ലേ, ഒരു മലയാളി മാത്രമല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു പ്രത്യേകതയല്ലേ. അപ്പോൾ അവിടെ നടന്നിട്ടുള്ള എന്തെങ്കിലും ഇങ്ങനത്തെ കൊള്ളരുതായ്മകളുണ്ടെങ്കിൽ അതെല്ലാം വെളിച്ചിട്ട് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നിങ്ങൾ ഓരോരുത്തരും എത്ര മാസം അതിനു വേണ്ടി കഷ്ടപ്പെടുന്നു, അങ്ങനെ എല്ലാവരും. അപ്പോൾ എനിക്കറിയാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. ഈ പറഞ്ഞു കൊടുക്കുമായി ബന്ധപ്പെട്ട നമ്മൾ പറയാൻ പാടില്ല. അത് അവരതിന് വേണ്ടിയിട്ടല്ലേ എന്തിനെ വിളിച്ചു വരുന്നത്. അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീഡിയോസ് അല്ല, അതാ പൂജ നടത്തുന്നുണ്ട്. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ കഴിഞ്ഞ 38 വർഷമായിട്ട് കേരളത്തിനകത്ത് എത്രയോ ക്ഷേത്രങ്ങളില് ആനയെ നടക്കിരുത്തല്, ആനക്കുട്ടിലിന്റെ ഉദ്ഘാടനം, നട, ഇത് എല്ലാ ഉദ്ഘാടനത്തിനും എന്നെയാണ് വിളിക്കാറ്. ഇങ്ങനെ പോവാറുണ്ട്. ആ കൂട്ടത്തില് ഒരെണ്ണമായിട്ട് ഞാനിതിന് പോയിട്ടുണ്ട്. ഇതിന്റെ പൂജയ്ക്ക് നമ്മൾ ബാക്കിയൊന്നും പറയാൻ പാടില്ല. അതൊക്കെ കഴിഞ്ഞു. ഇനി ഹൈദരാബാദ് എനിക്ക് കറക്റ്റ് ഇപ്പൊ പോലെ ഫ്ലൈറ്റ് പിടിക്കാൻ പറ്റുള്ളൂ. ഷൂട്ടിംഗ് അബദ്ധം പറ്റി തോന്നുന്നുണ്ടോ? ഒരു അബദ്ധം പറ്റി തോന്നുന്നുണ്ടോ? അങ്ങനെയില്ല. ഇനിയും ചിലപ്പോ വേറെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പൂജയ്ക്ക് എന്നെ വിളിക്കും. അത് ഇത് എത്ര പേര് ഒരു ദിവസം കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, എത്ര പേര് ഇത്ര സാക്ഷ്യം വിളിക്കുന്നു. നമുക്ക് ഇതിൽ ഏതാണ് നല്ലത്, ഏതാണ് ഞങ്ങൾ ആ ഊണും കഴിച്ചപ്പോ പിരിഞ്ഞോടും. ഒന്നും ഇല്ല. അയ്യോ ഇതെന്ത് ഒന്നുമില്ല. ഇത് എല്ലാ ഡിപ്പാർട്ട്മെന്റും പോലെ എൻഫോഴ്സ്മെന്റ് അവർക്ക് ചില സംശയങ്ങളുണ്ട്. അതിൽ ശരിയാണോ എന്താണോ ചോദിക്കുന്നത്. ഞാൻ നേരത്തെ ഇവിടുത്തെ പോകുന്നതിന് മുമ്പ് പറഞ്ഞില്ലേ, ഒരു ശബരിമല എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ ഒരു വികാരമല്ലേ, ഒരു മലയാളി മാത്രമല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു പ്രത്യേകതയല്ലേ. അപ്പോൾ അവിടെ നടന്നിട്ടുള്ള എന്തെങ്കിലും ഇങ്ങനത്തെ കൊള്ളരുതായ്മകളുണ്ടെങ്കിൽ അതെല്ലാം വെളിച്ചിട്ട് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നിങ്ങൾ ഓരോരുത്തരും എത്ര മാസം അതിനു വേണ്ടി കഷ്ടപ്പെടുന്നു, അങ്ങനെ എല്ലാവരും. അപ്പോൾ എനിക്കറിയാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. ഈ പറഞ്ഞു കൊടുക്കുമായി ബന്ധപ്പെട്ട നമ്മൾ പറയാൻ പാടില്ല. അത് അവരതിന് വേണ്ടിയിട്ടല്ലേ എന്തിനെ വിളിച്ചു വരുന്നത്. അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീഡിയോസ് അല്ല, അതാ പൂജ നടത്തുന്നുണ്ട്. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ കഴിഞ്ഞ 38 വർഷമായിട്ട് കേരളത്തിനകത്ത് എത്രയോ ക്ഷേത്രങ്ങളില് ആനയെ നടക്കിരുത്തല്, ആനക്കുട്ടിലിന്റെ ഉദ്ഘാടനം, നട, ഇത് എല്ലാ ഉദ്ഘാടനത്തിനും എന്നെയാണ് വിളിക്കാറ്. ഇങ്ങനെ പോവാറുണ്ട്. ആ കൂട്ടത്തില് ഒരെണ്ണമായിട്ട് ഞാനിതിന് പോയിട്ടുണ്ട്. ഇതിന്റെ പൂജയ്ക്ക് നമ്മൾ ബാക്കിയൊന്നും പറയാൻ പാടില്ല. അതൊക്കെ കഴിഞ്ഞു. ഇനി ഹൈദരാബാദ് എനിക്ക് കറക്റ്റ് ഇപ്പൊ പോലെ ഫ്ലൈറ്റ് പിടിക്കാൻ പറ്റുള്ളൂ. ഷൂട്ടിംഗ് അബദ്ധം പറ്റി തോന്നുന്നുണ്ടോ? ഒരു അബദ്ധം പറ്റി തോന്നുന്നുണ്ടോ? അങ്ങനെയില്ല. ഇനിയും ചിലപ്പോ വേറെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പൂജയ്ക്ക് എന്നെ വിളിക്കും. അത് ഇത് എത്ര പേര് ഒരു ദിവസം കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, എത്ര പേര് ഇത്ര സാക്ഷ്യം വിളിക്കുന്നു. നമുക്ക് ഇതിൽ ഏതാണ് നല്ലത്, ഏതാണ് ഞങ്ങൾ ആ ഊണും കഴിച്ചപ്പോ പിരിഞ്ഞോടും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.